ഹെല്ല് അപ്പോൾ കടലിലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗനവാടി അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ തന്നെ വരണം കേട്ടോ, നമ്മൾ വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണം, എന്നാലേ സാധനം കിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ടീച്ചർമാർക്കും നമുക്കും ബുദ്ധിമുട്ടായി. കാരണം ചിലവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യമോ അതേമാതിരി ഗർഭിണികൾ റെസ്റ്റിലായിരിക്കുകയോ അതങ്ങനെ പ്രസവിച്ചെടുക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടീച്ചറോട് ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു നമുക്ക് നോക്കാം ശരിയാകുമായിരിക്കും എന്ന് വിചാരിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമുക്കിവിടെ ഗർഭിണികൾക്ക് അംഗനവാടിയിൽ കടല, രായി, ഇതേപോലെ ഗോതമ്പ് ഇത്തിരി സാധനമായിട്ട് കിട്ടുക. ഗോതമ്പ് പിന്നെ എല്ലാ മാസമൊന്നും കിട്ടില്ല. അപ്പം എനിക്കിപ്പോൾ കുറേ ആയി കിട്ടാതായിട്ട് ഇനി അടുത്ത മാസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചിലയിടത്തൊക്കെ വേറെ എന്നൊക്കെ പറയാൻ കേട്ടിരുന്നു, ചിലരൊക്കെ അങ്ങനെ പറയാൻ കേട്ടിരുന്നു. നിങ്ങളവിടെ എന്താ ഗർഭിണികൾക്ക് അംഗനവാടിയിൽ എന്താ കിട്ടാമെന്ന് അറിയെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കടലിൽ രായൊക്കെ വാങ്ങി നേരെ പോയത് പൊന്നിനെ കൊണ്ടുവരാൻ. പൊന്നു വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഏട്ടത്തിൻ്റെ അടുക്ക് 2 ദിവസമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളെ കൊണ്ടിട്ടേ വിചാരിച്ച് പോയതേനും. അങ്ങനെ ഓളെ കൊണ്ടുവന്ന് പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ കടയിലൊക്കെ കയറി വീട്ടിൽ കുറച്ച് സാധനമൊക്കെ വാങ്ങി. പിന്നെ അതിൻ്റെ കൂടെ ഐസും വാങ്ങിട്ടോ. ഈ വെയിലായതുകൊണ്ട് തന്നെ ഐസിനോടും വെള്ളത്തിനോടൊക്കെ ആണല്ലോ കൂടുതൽ ആഗ്രഹം. വാങ്ങിയതിന് ശേഷം ഏട്ടാ ഞാൻ ഓർത്തത് പൊന്നുക്ക് തൊണ്ടവേദനയാണ്. ഓക്കിൻ്റെ ഏട്ടത്തിൻ്റെ അടുത്ത് പോയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു കുറച്ചിച്ച്. പിന്നെ ഏട്ടത്തിൻ്റെ അവിടെ റബ്ബില്ല ഒരു പരിപാടിയാണ്. അപ്പോൾ രാത്രിക്കത്തെ മഞ്ഞുകൊള്ളലോ എല്ലാം പാടായിട്ട് എന്തോ ഒക്കെ നന്നായി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓളൊന്ന് സ്കൂൾ ലീവാക്കിയിട്ടുള്ളത്. ഒക്കെ തൊണ്ടക്ക് വലിയ സുഖമില്ല, പിന്നെ ചെറുതായിട്ട് ജലദോഷം എല്ലാം ഉണ്ട്, എല്ലാം പാടായിട്ട് സ്കൂൾ ലീവാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഓളെ അവിടെ വരെ പോയിട്ട് കൊണ്ടുവരേണ്ടി വന്നു. അല്ലെങ്കിൽ പിന്നെ ഓളെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂൾ ബസ് നമ്മളതിൽ വരുമ്പോൾ ഓൾ ഇവിടെ ഇറങ്ങാം അങ്ങനെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടത്തിൻ്റെ മോളും എൻ്റെ മോളും ഒരേ സ്കൂളിലാണ്. അങ്ങനെ എന്താണെങ്കിലും വീട്ടിലെത്തിയ ഉടനെ ഞാനും പൊന്നും ഐസ് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. സന്മോനിൽ അവിടെ എടുത്തേച്ചും ചെയ്തിട്ടുണ്ട്.